Hi friends, this is our channel Daily Vlogs by Krishna. രാവിലെ എത്ര സമയം എന്നറിയോ? 4:30 ആയതേ ഉള്ളൂ. ഞങ്ങൾ എഴുന്നേറ്റ് കണിയൊക്കെ കണ്ടുതാ. അപ്പോൾ ഇന്നത്തെ ഒരു വിഷു വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ആയ വീഡിയോയിലോട്ട് പോവാം. ഇത് നമ്മൾ ഇന്നലെ മേക്ക് ഓവർ ചെയ്ത കൃഷ്ണനാണ് കേട്ടോ. ഈ കണ്ണനെ കണിയിൽ കണ്ടപ്പോൾ കൂടുതൽ ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് പടക്കങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സൗണ്ട് ഉള്ളതൊന്നും വാങ്ങിയില്ല, കാരണം ലൂണി ലോറി ഉള്ളത് കാരണം അവർ വന്നതിന് ശേഷം ഞങ്ങൾ ഇന്ന് വരെ വിഷുവിന് പടക്കം വാങ്ങിയിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം നന്ദുവിന് പടക്കം പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അധികം സൗണ്ട് ഇല്ലാത്ത ചെറിയ ചെറിയ പടക്കങ്ങളാണ് കേട്ടോ വാങ്ങിയത്. മുകളിൽ വെച്ചാൽ മാറ്റിക്കോ. ഞങ്ങൾ കുറച്ച് പടക്കം പൊട്ടിച്ചപ്പോഴത്തേക്കും അവർക്ക് പേടിയായിട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ പൊട്ടിക്കുന്നത് നിർത്തി. പിന്നെ ഞങ്ങൾ ചെറിയച്ഛൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേശൂട്ടൻ ഉണ്ടായിരുന്നു. അവൻ അവിടെ നിന്ന് കരയുന്നൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ പോയത്. അവനെ രാവിലെ വിളിച്ചുണർത്തിയതിൻ്റെ സങ്കടമായിരുന്നു കണ്ടത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ ഭയങ്കര പടക്കമൊക്കെ പൊട്ടിക്കുന്നൊക്കെ കണ്ടപ്പോൾ അവന് കുറച്ച് ഉഷാറായി. ഞങ്ങളെ വിഷുവായിട്ട് അമരമ്പലത്ത് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ വിഷു ഇല്ല. ഏട്ടൻ്റെ വില്ലിച്ച മരിച്ചത് കാരണം ഞങ്ങൾക്ക് ഇപ്രാവശ്യം അവിടെ വിഷു ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചൊക്കാടിക്ക് വന്നത്, എൻ്റെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു വിഷുവായിട്ട് വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മേനെയും കണ്ട് കൈനീട്ടമൊക്കെ കൊടുത്തിട്ട് വരാമെന്ന് കേട്ടോ. ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടില്ല, ചെല്ലൊന്ന് നമുക്ക് പോയിട്ട് വരാം കേട്ടോ. ഇതാണ് ഞങ്ങളെ വീട്. അവിടെ അമ്മയും അച്ഛനേ ഉള്ളൂ. അവർക്കറിയില്ല ഞാൻ വരുന്നത് കേട്ടോ. നമുക്ക് പോയിട്ട് എന്തായാലും ഒന്ന് വിളിച്ച് നോക്കാം. നമ്മളൊരു 6:30 ആയപ്പോഴത്തേക്കും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അച്ഛന് കട തുറക്കണ്ടാത്തതുകൊണ്ട് അമ്മയ്ക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ വന്നിട്ട് കേട്ടോ കുളിച്ച് റെഡിയായത്. ഇനിയിപ്പോൾ പോണ വഴിക്ക് അമ്പലത്തിൽ പോകണം. അപ്പം ഞാൻ വീട്ടിലിട്ട് പോയപ്പോൾ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് റെഡി ആവാമെന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് അച്ഛനൊക്കെ കൈനീട്ടം കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ റെഡിയായി വന്നപ്പോഴത്തേക്ക് ആദർശ് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പം നമുക്ക് താഴത്തേക്ക് പോകാം കേട്ടോ. ഞങ്ങൾ റെഡിയായി താഴെ വന്നപ്പോഴത്തേക്ക് അമ്മ ദോശയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ പോയത്. ഞങ്ങൾ അച്ഛനോടും അമ്മേനോടൊക്കെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. നേരെ ശിവക്ഷേത്രത്തിലേക്കാണ് പോയത്. അമരമ്പലം ശിവക്ഷേത്രമാണിത്. വിഷു ദിവസമായിട്ട് ഭയങ്കര തിരക്കുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ തൊഴുത് പിന്നെ നേരെ വീട്ടിലേക്ക് പോയിട്ടോ വീണ്ടും. ഇത് നമ്മൾ പോയ അമ്പലമാണ് കേട്ടോ. റോട്ടിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. പണ്ട് ഇങ്ങനെ ഇവിടുന്ന് നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. ഇപ്പം എന്തൊക്കെയോ ഇവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട്.
അപ്പോൾ പഴയ ആ ഒരു വിഷ്വൽ ഇപ്പോൾ കിട്ടുന്നില്ല കേട്ടോ. പക്ഷെ എന്നാലും കൂടി ഭംഗിയാണ് കേട്ടോ കാണാൻ. ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അമ്മ ഉച്ചക്കത്തേക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രാവശ്യവും ഞാൻ ഇവിടെ കണി കണ്ടതിന് ശേഷം വേഗം പോകുന്നത് അപ്പുറത്തെ വല്യമ്മയുടെ അടുത്തേക്കാണ് കേട്ടോ. ഞാനും വല്യമ്മയും കൂടെയാണ് തലേന്ന് അവിടെ കണി വെക്കാറ്. അതേപോലെ ഇവിടെ അതെ ഞാൻ അമ്മയും കൂടെയാണ് കണി വെക്കാറ്. എന്നിട്ട് ഇവിടെ കണി കണ്ട ഉടനെ ഞാൻ വല്യമ്മയുടെ അടുത്തേക്ക് ഓടുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് അമരമ്പലത്ത് പോകണമായിരുന്നു. അതേപോലെ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. അതുപോലെ ഇപ്രാവശ്യം എനിക്ക് കണി വെക്കാൻ പോകാനും പറ്റിയില്ല. ഇന്നലെ ഇവിടെ ഞാൻ കണി വെച്ചില്ല. കണി വെച്ചതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇന്നലെ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹത്തിന് പ്രതിമ പെയിൻ്റ് അടിക്കലും അതേപോലെ ഇവിടെ സംക്രാന്തിയൊക്കെ ആയിട്ട് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമായി, തല കറങ്ങണ പോലെയൊക്കെ തോന്നി. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് വേഗം കിടന്നുറങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ കണി ഒരുക്കാൻ എനിക്ക് പറ്റിയില്ല. ഇവിടെയും കണി ഒരുക്കിയതും കണ്ടില്ല, ഒരുക്കിയില്ല. രണ്ടിടത്തും എനിക്ക് കണി ഒരുക്കാൻ പറ്റിയില്ല ഇപ്രാവശ്യം. പക്ഷെ നമുക്ക് വല്യമ്മയടുത്ത് പോയി കണി കാണാൻ പോവാം കേട്ടോ. വായോ. അതാട്ടോ വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും വീട്. നമ്മൾ ഒരു പറമ്പ് അപ്പുറം ഇപ്പറയാണ്. വല്യമ്മ, ഞാൻ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ വല്യമ്മ അവിയൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് നേരെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പം അമ്മ അവിടെ അവിയലിന് കഷ്ണം മുറിക്കുന്ന കേട്ടോ കണ്ടത്. കേശൂട്ടനും മുഷമ്മയും സുബിയേട്ടനും അതിര ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ വിഷു കണിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. വിഷു സ്പെഷ്യൽ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഒരാളെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് കൊണ്ടുവന്നതായിരുന്നു. പക്ഷെ ആള് എന്ത് ചെയ്താൽ വിളിച്ചാൽ വരൂല, കുറുമ്പ് കാണിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മുഖം കണ്ടോ? ഞങ്ങളുടെ കുട്ടി കുറുമ്പനാണിത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ ആയി. ഞങ്ങളെല്ലാവരും കൂടെ ചെറിയൊരു ഊണൊക്കെ കഴിച്ചു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത്തവണത്തെ വിഷുവും അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ വലിയ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ രീതിയിലാണ് ആഘോഷിച്ചത്. ഏട്ടനും ചേച്ചിയൊന്നും ഇവിടെ ഇല്ലല്ലോ, ഞങ്ങൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നായിരുന്നാലും കൂടി പടക്കം പൊട്ടിച്ചു, കണി വെച്ചു, അതേപോലെ ചെറിയൊരു ഊണ് റെഡിയാക്കി. വേറെ ആരെയും വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ 2 മക്കളുണ്ടായിരുന്നു, വേറെ ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയൊക്കെയായിരുന്നു വിഷു പരിപാടികളൊക്കെ. അപ്പോൾ എല്ലാവരും വിഷുവൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പം ഹാപ്പി വിഷു എല്ലാവർക്കും ഒരിക്കൽ കൂടെ. ഇനിയുള്ള ഈ വർഷം എല്ലാവർക്കും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉള്ളൊരു വർഷം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.